अस्सलाम वालेकुम, वेलकम बैक टू मೈ ಚಾನಲ್. ಇಂದು ನೀವು ಕೇಕ್ ಸ್ಪಾಂಜ್ ಹೇಗೆ ಹಾಕ್ರೇನು ನಾನು ಚೊಲ್ಲೆ ಈಸಿ ಆಯಿತು, നല്ല ಸ್ಮೂತ್ ಆಯಿತು ഉണ്ട് പൊരിയലുകൾ ಗಟ್ಟಿ ഉണ്ടല്ലേ അതെല്ലാം എങ്ങനെ ഞാൻ ചൊല്ലിയതില്ല. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കൂ ലാസ്റ്റത്തോളം. നിങ്ങൾ ನಾನು ಸ್ಟೆಪ್ 1 ಸ್ಟೆಪ್ 2 ಸ್ಟೆಪ್ 3 അങ്ങനെ ചൊല്ലുന്നുണ്ട്. മൈൻ ഇപ്പോൾ ഇതെല്ലാം ഐറ്റം വേണം. മൈൻ വേണേ ബീറ്ററും മെഷറിങ് സ്കെയിലും വേണം. ಇದು ಫಸ್ಟ್ ಸ್ಟೆಪ್. ನೀವು ಫಸ್ಟ್ ಸ್ಟೆಪ್ಪು ಎಂದ್ರೆಲ್ಲ ಬೇನಲ್ಲ ಹಚ್ಚಲ್ಲ ತುಂಬ ಐಟಮ್ ಎಂದಿಲ್ಲ ತೆರಲೆ. ಇದು 1 kg ಕೇಕ್ ಮೆಜರಿಂಗ್ ನಾನು ಕೀಳಿದ್ರೆ ഫസ്റ്റ് സ്റ്റെപ്പിൽ മൈദം ബേക്കിംഗ് പൗഡർ അജ്ജണ്ട് വേണം. അജ്ജണ്ട് ഒരു ഇതിലെടുത്തിട്ട് അതിൽ 3 ഭാഗം സീവാക്കിയിട്ട് ബേക്കണം. ನಿಮಗೆಲ್ಲ ಅದೆಂದು 3 ಭಾಗ ಸೀವ್ ಹಾಕೊಂಡು ಹೊರ್ಕನಾಕಿ ಮೈ ಹೊಲ್ಗಂಟೆ ಅದು 3 ಭಾಗ ಸೀವ್ ಹಾಕಿದಂಗೆ ಅದು ಚೆಂದ ಮಿಕ್ಸ್ ಆಯ್ತು ನಮ್ಮ ಕೇಕ್ ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ಬಂದು ಅದು ನಂಗೆ ಎಗ್ ಬೀಟ್ ಹಾಕೊಂಬತ್ತು ಕುಂತವ್ರು ಅದು ಕರೆಕ್ಟ್ ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ಮಿಕ್ಸ್ ಆಗಿಲ್ಲ നല്ല ಸ್ಮೂತ್ ಆಯ್ತು ಬಂದು ಕೇಕ್. ಸ್ಟೆಪ್ 1 ಆಯಿತು. ಸ್ಟೆಪ್ 1 ರೆಡಿ ಆಗಿಟ್ಟು ನೀವು ಬೆಚ್ಚಿಬಿಟ್ಟು ಸೈಡ್ಲಿ ಇದು ഷുഗർ പൗഡറിന് 90 grams എടുത്തിട്ട് അത് ഒരു സൈഡിൽ വെച്ച് പോകണം. അതിന് പിന്നെ എഗ് ഞങ്ങൾ ബീറ്റ് ആക്കില്ല. എഗ് ബീറ്റ് ആക്കുമ്പോഴത്തേക്ക് വേണം ഇത് പൗഡർ ഷുഗർ. സ്റ്റെപ്പ് 1 ആയിട്ടല്ലേ. ഇപ്പോൾ സ്റ്റെപ്പ് 2 നിങ്ങൾ തന്നെ ഒരു ബൗൾ എടുക്കണം. ബൗൾ നല്ല ക്ലീൻ വേണം. ഒരു തെല്ല് ചണ്ടി പസ എന്ത് ഇപ്പം ക്ലീൻ ബൗൾ ഉണക്കിക്കണം. പിന്നെ അതൊക്കെ 3 എഗ് എടുക്കണം. റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ വെക്കത്തില്ല, പുറത്ത് വെച്ചിട്ടിരിക്കണം. അത് 3 എടുത്തിട്ട് നല്ല ബീറ്റാക്കണം. ഒരു തെല്ല് ചണ്ടിക്കൊത്തില്ല. ചണ്ടി നിന്ന് കേക്ക് പോയിത്തു. കേക്ക് പിന്നെ അത് ഗട്ടിയ പണ്ട് കേക്ക് ഞാൻ ഇത് ഫ്ലഫി ആയിട്ട് കിട്ടില്ല. എഗ് ബീറ്റ് ആക്കിയിട്ട് ഈ ടെക്സ്ചറിൽ വരണം. നല്ല വൈറ്റ് കളർ വന്നിട്ട് നോക്കറില്ല, ഒരു ക്രീം വൈറ്റ് അങ്ങനെ ആ ടെക്സ്ചറിൽ വന്നെങ്കിൽ അത് ആയിട്ടുണ്ട്. ಅದಕ್ಕೆ പിന്നെ ഷുഗർ 3 ഭാഗം ഷുഗർ ആഡ് ആക്കണം. തെല്ലിട്ട് ഉറക്ക തീരാത്തീര 3 ഭാഗം ഇട്ടിട്ട് അങ്ങനെ നല്ല ബീറ്റ് ആക്കണം. ഷുഗർ ഇട്ടിട്ട് നല്ല ബീറ്റ് ആക്കിയാൽ പിന്നെ ಅದಕ್ಕೆ ഞങ്ങൾ എസെൻസ് ഇടണം. എസെൻസ് വെനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് അങ്ങനെ ഏത് എസെൻസ് നിങ്ങൾ യൂസ് ആക്കല്, ഏത് കേക്ക് ആക്കല് ആ എസെൻസ് നിങ്ങൾ യൂസ് ആക്കി ആയിട്ട് അതിട്ടിട്ട് ತುಂಬ ബീറ്റ് ആക്കണം. ഒരു തെല്ല് ബീറ്റ് ആക്കിയാൽ മതിയാവും. ഇത് സ്റ്റെപ്പ് 2 ಕಂಪ್ಲೀಟ್ ಆಯಿತು. ಅದೊಂದು ಸೈಡ್ಲಿ ಬೇಕು. ಇನ್ನು ಸ್ಟೆಪ್ 3 ನಾನು തന്നെ സ്റ്റെപ്പ് 3 എന്തെല്ലാം ഉണ്ട്. ഹോട്ട് വാട്ടറും പിന്നെ ഓയിൽ. ഹോട്ട് വാട്ടർ 20 gram അത് ബീറ്റുണ്ട്. തന്നെ ഹോട്ട് വേണം. ചുമ്മാ പിന്നെ ചപ്പ അങ്ങനെ എന്തൊക്കെ നല്ല വെച്ച് തന്നെ വേണം. അതൊക്കെ പിന്നെ ഈ വാട്ടർ ഓയിൽ മിക്സ് ആക്കണം. ഓയിൽ 35 gram ഓയിൽ അത് ചെണ്ട മിക്സ് ആക്കണം. അത് തന്നെ മാത്രം വെച്ച് മേക്കണം. ചപ്പ ഊറ്റിയല്ല ಬೆಚ್ಚ ತಂದಿರುವ ನಂಗೆ ಅದು ಎಗ್ ಬೀಟ್ ಹಾಕಿರಲ್ಲ ಅದಕ್ಕೆ ಬಿಟ್ಟು ಆಯಿಲು ತನ್ನ ಒಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಹಾಕೊಂಡು ಮತ್ತು ಸ್ಟೆಪ್ 3 ಇದು ರೆಡಿ ಆಯಿತು. ಸ್ಟೆಪ್ 3 ಇನ್ನೊಂದು ಹಾಕೊಂಡು ನೋಡಿ. ಸ್ಟೆಪ್ 1 ಆಯಿತು, ಸ್ಟೆಪ್ 2 ಆಯಿತು, ಸ್ಟೆಪ್ 3 ಆಯಿತು. ಅದು ಇನ್ನೆಂದ್ರೆ ಹಾಕಿದ್ರೆ ಚಲ್ಲ ಇನ್ನು ಮಿಕ್ಸಿಂಗ್ ಹಾಕಿದೆ. ಸ್ಟೆಪ್ 1 ಸ್ಟೆಪ್ 3 ಒಟ್ಟಿಗೆ ಇಟ್ಟಿಟ್ಟು
ബീറ്റ് ആക്കണം. ഒരു നമ്പർ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് ബീറ്റ് ആക്കി മയ്യാറ്. ബീറ്റ് ആക്കിയിട്ട് പിന്നെ ಕಟ್ ಆ್ಯಂಡ್ ಫೋಲ್ಡ್ ಹಾಕೊಂಡು ನಾ ಬೀಟ್ ಹಾಕಿರ್ಲಿ ಅಂಚಂದ್ರೆ ಕರೆಂಟ್ ಇಲ್ಲ ಅಂತ അങ്ങനെ ಬೀಟ್ ಹಾಕಿರ್ಲಿ ನಾ ಕಟ್ ಆ್ಯಂಡ್ ಫೋಲ್ಡ್ ಕೊಡ್ತವಲ್ಲೆ. ನಾ ಬೀಟ್ ಹಾಕಿಟ್ಟು ಕಟ್ ಆ್ಯಂಡ್ ಫೋಲ್ಡ್ ಹಾಕೋರು. ಕಟ್ ಆ್ಯಂಡ್ ಫೋಲ್ಡ್ ಚೊಮ್ಮೆ ಹಾಕೋತೀರ ಬೀಟ್ ಹಾಕಿಲ್ಲ പിന്നെ ನಾ ಬೀಟ್ ಹಾಕ್ತಿದ್ದಲ್ಲಿ ಕಟ್ ಆ್ಯಂಡ್ ಫೋಲ್ಡ್ ಎಲ್ಲಿ ಯಾರು ಹಾಕಿವಲ್ಲಿ നിങ്ങൾ ഓവർ മിക്സ് ആക്കത്തില്ല. ഓവർ മിക്സ് ആക്കി കേക്ക് അത് പോയിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചുമ്മാ ആക്കണം തെല്ലാക്കി മയ്യാവും. ഇത് റിപ്പീറ്റ് ഞാൻ സ്പീഡാക്കി കാട്ടിയവല്ലേ നಾ ബീറ്റ് ആക്കിയില്ലല്ലേ കട്ട് ആൻഡ് ഫോൾഡ് ആക്കി അത്ര ആക്കി മയ്യാവും. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കറേ. ഓവനിലല്ല. ഓവനിലും ടൈം 70 ഡിഗ്രി വെച്ചിട്ട് 45 മിനിറ്റ്സ് വെക്കുന്നു. അടുപ്പിൽ 45 മിനിറ്റ്സ് വെച്ച് മതി. പിന്നെ 30 ആകുമ്പോഴത്തേക്ക് നോക്കൂ വെന്തരായില്ല ചെന്നിട്ട് 45 മിനിറ്റിൽ പെർഫെക്റ്റ് ആവും. അവർക്ക് മുച്ചിട്ടുള്ള പിന്നെ ഗടിഗടി ഓപ്പൺ ആക്കത്തീര. ഗടിഗടി ഓപ്പൺ ആക്കി അത് ഇതാവില്ല ಬೇವಿಲ್ಲ ಕಮ್ಮ 30 ಆകുമ്പോഴത്തേക്ക് നോക്കൂ വെന്തരായില്ല ചെന്നിട്ട് ಬೇവുಡು 30 ആകുമ്പോഴത്തേക്ക് ಬೆಂದಿಲ್ಲೇ 45 ಪರ್ಫೆಕ್ಟ್ ಆവും ಕರೆಕ್ಟ್. ഇപ്പം ഞങ്ങൾ കേക്ക് റെഡിയായി പെർഫെക്റ്റായിട്ട് എല്ലാം റെഡി കറക്റ്റായിട്ട് എന്തൊന്നുമില്ല ಬೇವೊಂದು ಬಾಕಿയൊന്നുമിಲ್ಲ ಎಲ್ಲ ಕರೆಕ್ಟಾയിട്ട് 45 കറക്റ്റ്. കേക്കിന് കൂലാവಬೇಕನ್ನು ഒരു 10 ಮಿನಿಟ್ಸ್ ಕೂಲ ಆ ವಣ್ಣಿಗೆ ಎಡ್ಕೋತೀರ ಬೆಚ್ಚ ಮಡ್ಕೋತೀರ ಬೆಚ್ಚ ಮಾಡ್ತಂಗೆ ಅದು ಪಾದಿ ಅದೆಲ್ಲ ಇದ್ದಾವೆ ಬೆಚ್ಚ ಎಡ್ಕೋತೀರ ಕೂಲ ಎಲ್ಪಿಂದ ಎಡ್ಕೊಂಡು ഇപ്പം നോക്കും കറക്റ്റ് ഉണ്ട്. അത് ക്രംസ് പോലെ ബണ്ടത അങ്ങനെ പറഞ്ഞു കേക്ക് അങ്ങനെ പറഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കേക്ക് ഉണ്ട് നോക്കുമല്ലോ എത്ര സ്മൂത്ത് ആയിട്ട് ചെന്നിട്ട് നോക്കിയാറല്ല എത്ര പെർഫെക്റ്റ് ಬಂತು ചെന്നിട്ടില്ല ಚಂದ ಬಂತು ತೆಲ್ಲು ಪತ್ತಿಲ್ಲ ಎಂದೂ ಆಯ್ತಿಲ್ಲ ಅದು ಚಪ್ಪಲಿ പിന്നെ എടുത്തും കറക്റ്റ് ಬಂತು. പിന്നെ ನನ್ನ ವಿಡಿಯೋ ಇಷ್ಟ ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು ಕಮೆಂಟ್